കോഴിക്കോട് കാക്കൂരിൽ സ്വകാര്യ ബസും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടം. യാത്രക്കാർക്ക് പരിക്കുണ്ട്, പക്ഷേ ആരുടെയും പരിക്ക് എത്ര ഗുരുതരമല്ല എന്നത് ആശ്വാസമാണ്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്, കാണാം. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, ഇത് കണ്ടു കഴിഞ്ഞാൽ രണ്ടും റോങ് സൈഡ് വന്നതുപോലെയുണ്ട്. ഇത് എന്താ സംഭവിച്ചത്? ദിവിഷ്മണി, സന്ധ്യ, അതിൽ കാണുന്ന പിക്കപ്പ് ലോറി അത് മരം കയറ്റി വന്നൊരു പിക്കപ്പ് ലോറിയാണ്. അത് മറ്റൊന്ന് സ്വകാര്യ ബസ്സുമാണ്. അത് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുമാണ്. അതിൽ നിരവധി യാത്രക്കാരും ഉണ്ടായിരുന്നു. ഈ പിക്കപ്പ് ലോറി പ്രാഥമികമായി മനസ്സിലാക്കുന്നത് പിക്കപ്പ് ലോറി തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പിക്കപ്പ് ലോറി വരികയായിരുന്നു. അങ്ങോട്ടേക്ക് വളച്ചതായിരുന്നു വാഹനം. എന്നാൽ ആ വഴിയാണ് എതിർഭാഗത്താണ് തവക്കൽ ബസ്, സ്വകാര്യ ബസ് വരുന്നത്. ആ സ്വകാര്യ ബസിന്റെ നിയന്ത്രണം വിട്ടതാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. കാരണം CCTV ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ അത് നേരെ പോകുന്നതിന് പകരം ഒരു വശത്തേക്ക്, വലതുഭാഗത്തേക്ക് വളഞ്ഞിട്ടാണ് ആ ബസ് വരുന്നത്. അങ്ങനെയാണ് പിക്കപ്പ് ലോറിക്ക് ഇടിക്കുന്നതും ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പിക്കപ്പ് ലോറിയുടെ മുൻഭാഗം ചെറിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ വിവിധ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. അതിലിപ്പോൾ 10 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ നിന്നത്. ഈ ദൃശ്യങ്ങളിൽ വാഹനം കടന്നു പോകുന്നു, മതിലുകളിലാണ് അടിച്ചാണോ നിന്നത് ബസ്? തൊട്ടപ്പുറത്ത് പല കടകളുണ്ട്. ആ കടകളുടെ പരിസരത്ത് അവിടെ ഉള്ള സ്ഥാപനങ്ങളുടെ ചുമരിൽ ഇടിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇടിച്ചത് നിന്നത്. അതുകൊണ്ട് തന്നെ കുറെ ദൂരം ഒരു പക്ഷെ അങ്ങോട്ടേക്ക് പോകാനും ഉണ്ടായിരുന്നില്ല. ചെറിയ റോഡുമാണ്, ചെറിയൊരു വളവുമുള്ള ഭാഗമാണത്. എന്തായാലും നിയന്ത്രണം വിട്ടതാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പോലീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2:30 നടന്ന അപകടവുമാണിത്. കാര്യമായിട്ട്, അതായത് മറിഞ്ഞ് വീഴാത്തത് കൊണ്ട് തന്നെ കാര്യമായിട്ട് ഗുരുതര പരിക്കുകളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. എല്ലാവർക്കും നിസ്സാര പരിക്കാണ് ഉള്ളത് എന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. എല്ലാവരും ചികിത്സയും തേടിയിട്ടുണ്ട്. ദിവിഷ്മണി, ശരി. ആ പിക്കപ്പ് വാൻ ഇടത്തോട്ട് തിരിഞ്ഞ് ആ കടയിലേക്ക് കയറാൻ വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറുഭാഗത്തൂടി പോകുന്ന ബസ്സിന് നേരെ ആ വഴി പോയാൽ മതിയായിരുന്നു. എന്തുകൊണ്ടാണത് പെട്ടെന്ന് നിയന്ത്രണം വിട്ട് വെട്ടിത്തിരിച്ചതാണോ എന്താണെന്ന് സംഭവം അറിയില്ല. എന്തായാലും കുറച്ച് പേർക്ക് പരിക്കേറ്റു. അത്ര ഗുരുതരമായ പരിക്കില്ല എന്നത് ആശ്വാസകരമാണ്. ആ പിക്കപ്പിന്റെ ഫ്രണ്ട് ഭാഗം ഏകദേശം പൂർണ്ണമായി തകർന്നു. ലോറി കയറ്റി വന്ന പിക്കപ്പാണ്, അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു അവസ്ഥയില്ലാതെ പൊങ്ങിപ്പോയത്.